യാതൊരു ലക്ഷണവുമില്ലാതെ നിങ്ങളുടെ ഉള്ളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈലന്റ് കില്ലറാണ് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഹായ്, ഐ എം ഡോക്ടർ ഷഹാന, കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ് ആൻഡ് ഇന്റൻസിവിസ്റ്റ്. മെറ്റബോളിക് സിൻഡ്രോം നിങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്നറിയാൻ ഞാൻ ഈ പറയുന്ന 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമതായി, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 100 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിൽ കൂടിയിരിക്കുക. രണ്ടാമതായി, 130/85 മുകളിൽ രക്തസമ്മർദ്ദം ഉണ്ടാവുക. അടുത്തതായി, കൊളസ്ട്രോൾ ലെവലുകളായ ട്രൈഗ്ലിസറൈഡും HDLന്റെ ലെവലാണ്. ട്രൈഗ്ലിസറൈഡ് ലെവൽ 150 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിൽ കൂടുതലും HDL അഥവാ ഗുഡ് കൊളസ്ട്രോൾ പുരുഷന്മാരിൽ 40 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിൽ കുറവും സ്ത്രീകളിൽ 50 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിൽ കുറവും ഉള്ളതാണ്. അവസാനമായി, വയറിന്റെ ചുറ്റളവ് അഥവാ വേസ്റ്റ് സർക്കംഫറൻസ്. ഇത് പുരുഷന്മാരിൽ 90 സെന്റിമീറ്ററിന് മുകളിലും സ്ത്രീകളിൽ 80 സെന്റിമീറ്റർ മുകളിലും കാണുന്നത്. ഇതിൽ ഏതെങ്കിലും 3 എണ്ണം നിങ്ങൾക്ക് അബ്നോർമലായി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടെന്ന് മനസ്സിലാക്കാം. മെറ്റബോളിക് സിൻഡ്രോം ഉള്ള ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ലിവർ സിറോസിസ്, സ്ത്രീകളിലാവട്ടെ PCOD, ഈവൻ ബ്രസ്റ്റ് ക്യാൻസർ വരെ ഉണ്ടാവാനുള്ള റിസ്ക് ഫാക്ടർ കൂടുതലാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മെറ്റബോളിക് സിൻഡ്രോം ഇനീഷ്യൽ സ്റ്റേജിൽ ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ ഇത് പൂർണ്ണമായും നമുക്ക് റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഇതിനായി നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും ഡയറ്റും എക്സസൈസും ശീലമാക്കുക. ദിവസം 8000 സ്റ്റെപ്പ് നടക്കുന്നതും വെയ്റ്റ് ട്രെയിനിങ് എക്സസൈസ് ചെയ്യുന്നതും ലോ കാർബ് ഹൈ പ്രോട്ടീൻ ഡയറ്റ് എടുക്കുന്നതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഇനി നിങ്ങൾക്ക് മെറ്റബോളിക് സിൻഡ്രോം റിവേഴ്സ് ചെയ്യുന്നതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ MS എന്ന് കമൻറ്റ് ചെയ്യൂ, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം.